Good morning everybody. A very warm welcome to our channel Master. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ കോമൺ കോഴ്സ് ഇംഗ്ലീഷ് കോഴ്സായ റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. കോമൺ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി എക്സാം, പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സെഷൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വളരെ കൃത്യതയോടുകൂടി അത് കേൾക്കണമെന്നാണ്. ഒരു എക്സാം ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാലുവേഷന് വേണ്ടിയിട്ട് പോകുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ വി ക്യാൻ എൻറ്റർ ഇൻ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആൻഡ് ടുഡേയ്സ് പേപ്പർ വി ഓൾറെഡി ഡിസ്കസ്ഡ് academic writing or writing for academic and professional success, and the question paper is for the second semester BA BSc BCom degree examination question paper May 2018 and ഇത് 2018 എക്സാം പേപ്പറാണ്. അതാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ആദ്യത്തെ ഒരു 5 ചോദ്യം ഇതൊരു പഴയ പാറ്റേൺ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ 2020 നിങ്ങളുടെ എക്സാമിൽ ചെറിയൊരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യത്തെ 5 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, പിന്നെ ഒരു 5 മാർക്കിൻ്റെത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആയിരിക്കും, പിന്നീടൊരു 22 ക്വസ്റ്റ്യൻ, അതായത് 11 മുതൽ 22 വരെ ഉള്ള ക്വസ്റ്റ്യൻസിൽ 10 എടുത്ത് എഴുതാനുള്ള 2 മാർക്കിൻ്റെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനുശേഷമുള്ളത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻസ്, അതിനുശേഷം എസ്സേ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണുള്ളത്. എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാവും. അതിൽ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. 12 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 20 മാർക്കാണെങ്കിൽ നമുക്കറിയാം 10 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 20 മാർക്കാവാനാണ് സാധ്യത. രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ ആയിരിക്കാം, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന രീതിയിലാണ് ഉണ്ടാവുക. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 1ാം സെമസ്റ്റർ നിങ്ങൾ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സീലിംഗ് എന്നൊരു പേരിലാണ് അതിൽ കാണുക. സീലിംഗ് 20 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകളിൽ എഴുതുക. അതിനർത്ഥം നമുക്ക് 12 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. അതിൻ്റെ 12 ആൻസറുകളും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതിൽ മാക്സിമം മാർക്ക് 20, അതിലപ്പുറത്തേക്ക് പോകില്ല. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സമയം ലഭിക്കില്ല. നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്താൽ നിന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സമയം ലഭിക്കാത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ അവസാന സമയത്തായിരിക്കണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. സോ വി ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. Answer the following questions. Each question carries 1 mark. Choose the correct answer. Academic writing usually possesses dash a tone of seriousness, the use of formal language, consistent focus on the topic. ഇതിൽ all the above. ആൻസർ all the above എന്നതാണ്. നമുക്കറിയാം അക്കാദമിക് റൈറ്റിംഗ് സീരിയസ് ആണ്, ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കും, ടോപ്പിക്കിലായിരിക്കും അതിൻ്റെ ഫോക്കസ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടോപ്പിക് സെൻറ്റൻസ് ഈസ് ഫൗണ്ട് ഇൻ. എന്താണ് ടോപ്പിക് സെൻറ്റൻസ്? അത് എവിടെയാണ് കാണുന്നത്? ബോഡി പാരഗ്രാഫ്, കൺക്ലൂഡിംഗ് പാരഗ്രാഫ്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, നൺ ഓഫ് ദ അബവ്. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആൻസർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ടോപ്പിക് സെൻറ്റൻസ് ആണ് ഒരു ആർഗ്യുമെൻറ്റിനെ നമ്മുടെ എസ്സേയുടെ ഒരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ടോപ്പിക് സെൻറ്റൻസിലൂടെയാണ്. And third question, descriptive writing usually appeals to the mood, senses, appearance, content. ഏതാണ്? കണ്ടൻ്റ് ആണോ, അപ്പിയറൻസ് ആണോ, മൂഡാണോ, സെൻസസ് ആണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ്. ഇപ്പോൾ നമ്മുടെ നൈറ്റ് മെയറിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായി എഴുതാണ്, നമ്മുടെ ടൂറിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതാണ്. ദെൻ ഇറ്റ് ഷുഡ് അപ്പീൽ ടു അവർ സെൻസസ്. കാഴ്ച, നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ സെൻസുകളോടാണത് അപ്പീൽ ചെയ്യുന്നത്. When an email
is written entirely in capital letters, it means മൊത്തം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയതെങ്കിൽ ആ ഇമെയിലിൻ്റെ അർത്ഥം that you want to stress the points, that the message is official, that you are shouting at the reader, that is the same as writing in small letters. ആൻസർ നിങ്ങൾക്കറിയാം, that you are shouting at the reader. അപ്പോൾ ഇമെയിലുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗം നിങ്ങൾ കൃത്യമായി എഴുതുക. ഈ കാലത്തെ ഒരു മെസ്സേജിങ് സിസ്റ്റമാണല്ലോ, പഠിക്കുന്ന സമയത്ത് ഇമെയിലിങ്ങിൻ്റെമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുക. ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ കവറിംഗ് ലെറ്റർ an employer looks for നമ്മളൊരു കവറിംഗ് ലെറ്റർ എഴുതുന്നു, അത് കിട്ടിയൊരു എംപ്ലോയർക്ക് എന്നാൽ അദ്ദേഹം അതിൽ എന്താണ് ആ കവറിംഗ് ലെറ്ററിൽ സെർച്ച് ചെയ്യുക? applicant's personality, something eye catching, the use of language, all the above. നമ്മൾ നമ്മുടെ CV അയക്കുന്നു, CVയുടെ മുമ്പ് ഒരു കവറിംഗ് ലെറ്റർ അയക്കുന്നു. ആ കവറിംഗ് ലെറ്റർ വായിച്ച് നോക്കുന്ന സമയത്ത് എംപ്ലോയർ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുക? നമ്മുടെ പേഴ്സണാലിറ്റി അതിൽ നിന്ന് അളക്കും. ഐ കാച്ചിങ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത് എന്നുള്ളത് നോക്കും. ആൻഡ് ദ തേർഡ് വൺ, ദ യൂസ് ഓഫ് ലാംഗ്വേജ് എങ്ങനെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നോക്കും. ലാസ്റ്റ് ഓൾ ദ എബോവ്. ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൾ ദ എബോവ് എന്നുള്ള ആൻസർ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈൽ ഈസ് എ ഗൈഡ് ഇൻ ദ അക്കാദമിക് റൈറ്റിങ്ങിലെ ഗൈഡാണത്. അപ്പോൾ അതിൽ പിന്നെ ഗൈഡിൽ വരുന്ന APS സ്റ്റൈല്, MLS സ്റ്റൈല്, ഇത് രണ്ടും മറ്റൊരു സ്റ്റൈൽ. നമ്മൾ റൈറ്റിംഗ് ഫോർ അക്കാദമിക് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ബുക്കുകളാണ് APS സ്റ്റൈലും അതുപോലെ MLS സ്റ്റൈലും. ആൻഡ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഈസ് എ റെറ്ററിക്കൽ മോഡ് ഫോർ ഹൈലൈറ്റിംഗ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഡിഫറൻസസുകൾ രണ്ടുണ്ട്. സിമിലാരിറ്റീസ്, കമ്പാരിസൺ. കോൺട്രാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസസ്, അത് രണ്ടും. അപ്പോൾ റെട്ടറിക്കൽ മോഡ് ഓഫ് റൈറ്റിങ്ങിൻ്റെ പ്രത്യേക സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതൊന്നുകൂടെ നോക്കുക. നറേഷൻ ഈസ് എ റെട്ടറിക്കൽ മോഡ് ഇൻ എ സേ റൈറ്റിംഗ് യൂസ്ഡ് ഫോർ റിക്കൗണ്ടിങ് ഇവൻറ്റ്സ്. ഓരോ സംഭവങ്ങളെ ഓർത്തെടുക്കാനുള്ള. അപ്പോൾ നറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കഥ പറച്ചിൽ എന്നതിൽ നിന്നൊക്കെ വരുന്നതാണ്. ഓരോ സംഭവങ്ങളെങ്ങനെ റിക്കറൻ്റായിട്ട് സംഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രോണോളജിക്കലായുള്ള ഓർഡറിൽ സംഭവങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മളെന്ത് പറയുക? നരേഷൻ എന്ന് പറയാം. എ ഡാഷ് ഈസ് യൂസ്ഡ് ടു ലിസ്റ്റ് നൗൺസ് ഇൻ എ സെൻറ്റൻസ്. ഓരോ നൗണുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഓരോ പേര്, റഹീം, റാം, സീത, ഫാത്തിമ, അങ്ങനെ ഓരോരുത്തർ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമയാണ് ഓരോന്നിനും ശേഷം ഉപയോഗിക്കുക, കോമ. ആൻഡ് ഇൻ ഡാഷ് ഇൻഫർമേഷൻ ഈസ് ഗ്യാതർഡ് ഡയറക്റ്റ്ലി ഫ്രം ദ റിയൽ വേൾഡിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സർവേ. ആൻഡ് ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് 10 ക്വസ്റ്റ്യൻ കൂടി 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോറി ഫോർ ദ ഇൻ്റർഫിയറൻസ്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 22 വരെയുള്ള ക്വസ്റ്റ്യൻസ്, 11 മുതൽ 22 വരെയുള്ള 12 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ കൃത്യം ചോദ്യത്തിൻ്റെ ആൻസർ മാത്രമാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് റൈറ്റിംഗ്. വളരെ കൃത്യമായി നമ്മുടെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. രണ്ടും അക്കാദമിക് റൈറ്റിംഗ് എന്തൊക്കെയാണ്? അതിൽ ഫോർമൽ ലാംഗ്വേജ് ആണ്, ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വെക്കാബുലറി ഉപയോഗിക്കുന്നു. പിന്നെ അതിൻ്റെ ബോഡി പാരഗ്രാഫ്സ് ആർ ലോങ് ആൻഡ് വിത്ത് ഈച്ച് സെൻറ്റൻസ് സെർവിങ് എ സ്പെസിഫൈഡ് പേർപ്പസ്. ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കഴിഞ്ഞാൽ ബോഡി പാരഗ്രാഫിലെല്ലാം കൃത്യമായ ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമുള്ള കൃത്യമായ പർപ്പസോട് കൂടിയിട്ടുള്ള സെൻറ്റൻസുകളാണ്. റെഫറൻസിങ്, അതിലോരോ റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. ടാബിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. ഹൗ വി ഓർഗനൈസ് ദ പാറ്റേൺ ഈസ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദിസ് പാർട്ട് ഓർ അക്കാദമിക് റൈറ്റിംഗ്. നോൺ അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ ലാംഗ്വേജ് ആണ്. യൂസ് ഓഫ് ഇൻഫോർമൽ ഫ്രേസസ് ആൻഡ് സ്ലാങ്സ് ഒക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. മെയിൻ ബോഡി പാരഗ്രാഫ്സ് ആർ ഷോർട്ടർ ഇൻ ലെങ്ത് ലൈക്ക് ടോപ്പിക് സെൻറ്റൻസ്, സബ്സ്റ്റാൻഷിയേറ്റ് ആൻഡ് ട്രാൻസിഷൻ. ബോഡി പാരഗ്രാഫിൽ ട്രാൻസിഷൻ വേർഡ്സോ അല്ലെങ്കിൽ മോർ ഓവർ അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, അതൊക്കെ കുറയും. ടോപ്പിക് സെൻറ്റൻസ് ഒക്കെ ചെറുതായിരിക്കും. ഇപ്പോൾ വളരെ
നമ്മുടെ ഒരു ഡയറി കുറിപ്പൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടാണല്ലോ എഴുതുക. ആൻഡ് പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് ഇംപ്രഷൻസ് ആൻഡ് നോ റെഫറൻസുകൾ ഉണ്ടാവില്ല. ആൻഡ് നോ ടാബിൾസ് ആൻഡ് ഫിഗേഴ്സ്, അതിൽ ടാബിൾസ് ഫിഗേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് ലാംഗ്വേജ് യൂസ് സ്യൂട്ടബിൾ ഫോർ എ ലാർജർ ഓഡിയൻസ്, ഒരുപാട് ഓഡിയൻസ്. അക്കാദമിക് റൈറ്റിങ്ങിൽ പലപ്പോഴും അതിൻ്റെ ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അതിലേക്ക് വരിക. എന്നാൽ നോൺ അക്കാദമിക് റൈറ്റിങ്ങിൽ ഒരുപാട് പേര്, പലർക്കും വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. സോ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്? വാട്ട് ആർ ദ സ്റ്റെപ്സ് എന്നാണ് കേട്ടോ, അവിടെ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. ഇൻവോൾവ്ഡ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്: പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടതില്ല. ഓക്കെ, ആ സ്റ്റെപ്പ് മാത്രമാണ് ചോദിച്ചത്. ഇനി മാക്സിമം നിങ്ങൾ എഴുതുകയാണെങ്കിൽ 1 ലൈൻ വെച്ച് ഓരോ സ്റ്റെപ്പിനെയും വിശദീകരിക്കുക. അങ്ങനെ 3 ലൈന്, അതിലപ്പുറം എന്തായാലും വരരുത് കേട്ടോ. ഡിഫൈൻ പ്ലാജിയാരിസം. 13ാമത്തേത്, പ്ലാജിയാരിസം ഇസ് എൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് മെറ്റീരിയൽ ആസ് വൺസ് ഓൺ. മറ്റുള്ളവരുടെ സാധനം നമ്മുടേതായി കട്ടെടുക്കുക. ഇറ്റ് ഈസ് എൻ അൺഎത്തിക്കൽ ആക്ട്. ഇറ്റ് ആൾസോ എ സീരിയസ് ഒഫൻസ് ആൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയുടെ ഒരു ബ്രീച്ച്, അതിനെതിരെയുള്ള ഒരു സംഭവമാണ്. അതിനെ എന്താ പറയുക, ലംഘിക്കലാകുന്നു. ഇത് വളരെ കൃത്യമായ പൂർണ്ണമായ ആൻസറാണ്. ഇതിനേക്കാൾ കൂടുതൽ ഇതിലൊന്നും ചേർക്കേണ്ടതില്ല. വാട്ട് ആർ ദ 3 types of paragraphs in academic essay? An academic essay is typically structured in 3 types of paragraphs: an introductory paragraph, a minimum of 3 body paragraphs, and a concluding paragraph. ഇത്രയും മതി. ഇനി ബോഡി പാരഗ്രാഫ് എന്താണ്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഒന്നും എഴുതരുത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കമൻറ്റ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് thesis statement. Thesis statement holds together different sections in an essay. Usually introduced in the opening paragraph, a thesis statement allows the reader to know what an essay is about. ഒരു thesis statement എന്ന് പറഞ്ഞാൽ ഒരു എസ്സേയിൽ വരുന്ന എല്ലാ സെക്ഷൻസിനെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സെൻറ്റൻസാണ്. അതിൽ യൂഷ്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെ തീസിസ് സെൻറ്റൻസ് വരും. ആൻഡ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അലോസ് ദ റീഡർ ടു നോ വാട്ട് എൻ എസ്സേ ഈസ് അബൌട്ട്. എന്തിനെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്നും അതിൽ വിശദീകരിക്കും. നെക്സ്റ്റ്, ലിസ്റ്റ് ദ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് എ നരേറ്റീവ്. ഒരു നരേഷൻ്റെ അല്ലെങ്കിൽ ഒരു നരേറ്റീവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. കോമ്പണൻസ് ഓഫ് നരേറ്റീവ് ഈസ് പ്ലോട്ട്, സെറ്റിങ്സ്, ക്യാരക്ടേഴ്സ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ. ഇതൊരു നോവൽ അല്ലെങ്കിൽ കഥയൊക്കെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. നരേറ്റീവിൻ്റെ അതിനൊരു പ്ലോട്ട് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സൈഗസ്റ്റ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ കഥകൾ പഠിച്ചിട്ടില്ലേ, ആ കഥ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അതിനൊരു പ്ലോട്ട് ഉണ്ടാകും, ഒരു സെറ്റിങ്സ് ഉണ്ടാകും, ക്യാരക്ടേഴ്സ് ഉണ്ടാകും, ആൻഡ് ഓൾസോ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഉണ്ടാകും, ആൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ. ഈ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണോ, സെക്കൻഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണോ, തേർഡ് പേഴ്സൺ, അതായത് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൾ അങ്ങോട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് പറയുന്നതെങ്കിൽ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അതിനൊരു പരിസമാപ്തി ഉണ്ടാകും. അതിൻ്റെ ഒരു ട്രാജഡിയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. മാക്ബത്ത് അടക്കമുള്ള പിന്നെ ഇനി നമ്മുടെ രാമായണ മഹാഭാരതം പോലെയുള്ള പിന്നെ എപ്പിക്കുകളൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇതിലൊക്കെ നരേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് എൻ ആർഗ്യുമെൻറ്റ്? ഗിവ് എൻ എക്സാമ്പിൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ. An argument is an opinion with a valid reason or logic behind it. ഒരു ലോജിക്കോട് കൂടിയിട്ടുള്ളൊരു വാദം, ഒരു ഒപ്പീനിയനാണ്. എനി റാഷണൽ പീസ് ഓഫ് ഡിസ്കോഴ്സ്, അതിൻ്റെ മറ്റൊരു ഇതാണ് റാഷണൽ പീസ് ഓഫ് ഡിസ്കോഴ്സ്. വളരെ യുക്തിസഹജമായിട്ടുള്ള ഒരു വ്യവഹാരമാകുന്നു. ആൻഡ് ഇറ്റ് മേ ബി ആൻ അക്കാദമിക് ഇഷ്യൂസ് ഓൺ നോൺ അക്കാദമിക് ഇഷ്യൂ. അക്കാദമിക് ഇഷ്യൂവിലാവാം, നോൺ അക്കാദമിക് ഇഷ്യൂവിലാവാം നമ്മുടെ വാദം. പേർപ്പസ്, ഇതിൻ്റെ പേർപ്പസ് എന്താണ്? To convince the reader or the listener. In short, an argument can be defined as a debatable statement or statement which may be or may not be agreed by the reader. അപ്പോൾ മേ ബി ഓർ മേ നോട്ട് ബി അഗ്രീഡ് ബൈ ദ റീഡർ, അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുറേ വാദങ്ങളെ നമ്മൾ ഉന്നയിക്കുന്നതിനാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ജെൻഡേർഡ് എക്സ്പ്രഷൻ ഇൻ ഇംഗ്ലീഷ്. ജെൻഡേർഡ് എക്സ്പ്രഷനെ കുറിച്ച് നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതൊക്കെ ഫയർമാൻ, ചെയർമാൻ, ഫിഷർമാൻ അടക്കമുള്ള കുറേ
വാക്കുകൾ. മാൻ എന്നതാണ് ജെൻഡർ. അപ്പോൾ ഫയർമാൻ ഇതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്കറിയാം. കാരണം ജെൻഡേർഡ് എക്സ്പ്രഷൻ എന്നുള്ളതുകൊണ്ടുള്ള ഒരു മീനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഫയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർഫോഴ്സിൽ ഉപയോഗിക്കുന്ന പേരാണ് ഫയർമാൻ. പക്ഷേ അതിൽ സ്ത്രീകളുണ്ട്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പേര് ഫയർമാൻ. ചെയർമാൻ എന്നുള്ള ഇപ്പോൾ നമ്മളുടെ കാലത്ത് ചെയർപേഴ്സൺ, ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. വനിതയാണെങ്കിൽ, ആണാണെങ്കിൽ ചെയർമാൻ എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ. ഫിഷർമാൻ നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികളെ ഫിഷർമാൻ എന്നാണ് ഉപയോഗിക്കുക. അതിൽ സ്ത്രീകളും ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഉൾക്കൊള്ളാതെ അവർ ഒഴിവാക്കിയിട്ടുള്ള പദപ്രയോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡേർഡ് എക്സ്പ്രഷൻസ്. ഇനി റിവൈസ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. 2 ഗ്രാമർ മിസ്റ്റേക്കുകൾ തിരുത്താനാണ്. ദ ലഷ് ഗ്രീൻ scenic and breathtaking hill stations of Kerala are visited by a large number of tourists from European countries every year. അതിൽ ഒരു ചെറിയ തെറ്റ് ഞാൻ കാണുന്നത്, പിന്നെ ഒന്ന് ലഷ് എന്നുള്ളതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ പാടില്ല, ലഷ് ചെറിയ സ്മോൾ ലെറ്റർ മതി. ആൻഡ് ഫ്രം യൂറോപ്യൻ കൺട്രീസ് എന്നുള്ള ഫ്രം ദ യൂറോപ്യൻ കൺട്രീസ് എന്നാണ്, യൂറോപ്യൻസ് കൺട്രീസ് എന്ന ആവശ്യമില്ല. അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ദ ലഷ് ഗ്രീൻ scenic and breathtaking hill stations of Kerala are visited by a large number of tourists from the European countries every year. ഓക്കെ. അപ്പോൾ ദ യൂറോപ്യൻസ് കൺട്രീസ് ദ യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ. ഇനി സെക്കൻഡ്, അത് ചെറിയ തെറ്റുള്ളൂ കേട്ടോ, നിങ്ങൾ നന്നായി സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ദർ വാസ് എ ടൈം വെൻ അരാക്കൻ ഫോറസ്റ്റ് ടേർട്ടിൽ വാസ് തോട്ട് ബൈ സയൻറ്റിസ്റ്റ് ടു ബി എക്സ്റ്റിങ്ക്റ്റ്. അതിൻ്റെ നോക്കൂ നിങ്ങൾ, ദർ വാസ് എ ടൈം വെൻ ദ അരാക്കൻ ഫോറസ്റ്റ് ടേർട്ടിൽ വാസ് തോട്ട് ടു ബി എക്സ്റ്റിങ്ക്റ്റഡ് ബൈ ദ സയൻറ്റിസ്റ്റ്. ഈ ഒരു ടേർട്ടിൽസ് പിന്നെ വംശനാശം നശിച്ചു എന്ന്, പിന്നെ വംശനാശം സംഭവിച്ചു എന്ന് സയൻറ്റിസ്റ്റിനാൽ വിചാരിക്കപ്പെടുന്നു എന്ന ഒരു അർത്ഥം. ആൻഡ് വാട്ട് ഡസ് ഹോണർ കോഡ് സിഗ്നിഫൈ? ഹോണർ കോഡ് ഈസ് എ പ്ലേജ് ടേക്കൺ ബൈ സ്റ്റുഡൻസ് ടു ദ effect that they will uphold the academic integrity and ethical behavior and will not engage in any kind of cheating, stealing and misrepresentation. അപ്പോൾ ഈ സ്റ്റുഡൻസ് എടുത്തിരുന്ന ഒരു പ്ലഡ്ജിനാണ് ഹോണർ കോഡ് എന്ന് പറയുക. ഞങ്ങൾ കട്ടെടുക്കുകയില്ല, സ്റ്റീലിംഗ് നടത്തുകയില്ല, അക്കാദമിക് ഇൻറ്റഗ്രിറ്റിക്ക് എതിരായിട്ടുള്ള ചീറ്റിങ്, സ്റ്റീലിംഗ്, മിസ്റെപ്രസെൻറ്റേഷൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഡ്ജിനെയാണ് എന്ത് പറയുക, ഹോണർ കോഡ് എന്ന് പറയാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ പേർപ്പസ് ഓഫ് ക്വസ്റ്റ്യനെയർ ഇൻ എ സർവേ. ക്വസ്റ്റ്യനെയറുടെ ഒരു പേർപ്പസ് എന്താണ്? സർവേയിൽ സർവേസ് ആർ ജനറലി കണ്ടക്റ്റഡ് ത്രൂ ക്വസ്റ്റ്യനെയർസ്. ഒരു സർവേ നടത്തുന്നതിന് ക്വസ്റ്റ്യനെയർ ആവശ്യമാണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു സർവേയിലെ പിന്നെ ചോദ്യങ്ങളെയാണെന്ന് പറയാം ക്വസ്റ്റ്യനെയർ എന്ന് പറയാം. ആൻഡ് ക്വസ്റ്റ്യനെയർസ് ഹെൽപ്പ് ടു കളക്ട് ഡയറക്റ്റ് ഇൻഫർമേഷൻ. A questionnaire is the kind of direct information gathering in which you gather people's opinion, preferences, demographic data through person, print, electronic means. നമ്മൾ ഒരാളുടെ ഡാറ്റ മുഴുവൻ എന്തിലൂടെ അവരുടെ നേരെ വ്യക്തിപരമായി പേഴ്സൺ പ്രിൻറ്റിലൂടെ നമുക്ക് കിട്ടും. നമ്മൾ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്, അവരതിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു. ഇലക്ട്രോണിക് മീൻസ് നമ്മൾ ഇമെയിൽ ചെയ്യുമ്പോൾ അവർ തരുന്നു. അങ്ങനെ ഒരാളിൽ നിന്ന് അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസുകൾ തേടുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ജനസംഖ്യ സർവേ ഒക്കെ നടത്തുമല്ലോ നമ്മളുടെ സെൻസസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ക്വസ്റ്റ്യനെയർ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സാധനം. ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ CV ആൻഡ് റെസ്യൂം. ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ CV ആൻഡ് റെസ്യൂം ഈസ് ലെങ്ത്. പ്രധാനമായിട്ടും CVയുടെയും ഇതിൻ്റെ വ്യത്യാസം ലെങ്ത് ആണ്. ദ CV ഈസ് ടിപ്പിക്കലി ബിറ്റ്വീൻ 3 to 5 pages in length, whereas a resume is limited to 1 to 2 pages. റെസ്യൂം 1-2 പേജ് ഉണ്ടാവുള്ളൂ, CV 3 മുതൽ 5 വരെ ഉണ്ടാവും. A CV is used primarily when applying for academic, scientific and research positions, as CV is static and unlike resume doesn't change for different positions. The difference would be the covering letter. Okay. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് വൺ, കമൻറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ജേർണൽസ് ഇൻ ഷാർപ്പനിങ് അക്കാദമിക് റൈറ്റിംഗ് സ്കിൽ. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നെ കമൻറ്റ് ഓൺ ദ റോൾ ഓഫ് ജേർണൽസ് എന്നാണ് കേട്ടോ. റോൾ ഓഫ് ജേർണൽസ് ടോപ്പ് അല്ല, റോൾ ഓഫ് ജേർണൽസ് ഇൻ ഷാർപ്പനിങ് അക്കാദമിക് റൈറ്റിംഗ് സ്കിൽ. അപ്പോൾ അതിന് കുറച്ച് ഹിൻസാണ് ഞാൻ തരുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് യുവർ സെൽഫ്, ടു സീ യുവർ സെൽഫ്, വാട്ട് passes through your mind each day,
day to day to record the changing phases of your life's adventures. അതിൽ ചെറിയൊരു പിന്നെ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ വാട്ട് പാസസ് ത്രൂ ദ മൈൻഡ്, നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ആൻഡ് യുവർ മൈൻഡ് ഈച്ച് ഡേ ആൻഡ് ടു റെക്കോർഡ്, ഡേ ടു ഡേ എന്നല്ല, ഈച്ച് ഡേ ആൻഡ് ടു റെക്കോർഡ്. അവിടെ ചെറിയൊരിതാണ് ടു റെക്കോർഡ്. ഒരു ഡേ അധികമുണ്ട്, ടു ഡേ എന്നുള്ള അധികമാണ്. പാസസ് ത്രൂ യുവർ മൈൻഡ് ഈച്ച് ഡേ ഫുൾ സ്റ്റോപ്പ് ആൻഡ് ടു റെക്കോർഡ് ദ ചേഞ്ചിങ് ഫേസസ് ഓഫ് യുവർ ലൈഫ്സ് അഡ്വഞ്ചേഴ്സ്. ഇനി 24-ാമത്തെ, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് 5 paragraph essays വിത്ത് സ്യൂട്ടബിൾ ഇല്ലസ്ട്രേഷൻസ്. അതിൻ്റെ ഒരു ഹിൻസാണ് ഞാൻ നൽകാൻ പോകുന്നത്. പിന്നെ 5 paragraph essay ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളോട് വിശദീകരിക്കാനാണ്. അപ്പോൾ മേജർ പാർട്സ് ഓഫ് എൻ എസ്സേ ഒന്ന് പറയുന്നത്, ഒന്ന് ഇൻട്രഡക്ടറി പാരഗ്രാഫ്, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഡിങ് പാരഗ്രാഫ്. ഇൻട്രഡക്ഷനിൽ വരുന്നത് എയിംസ് അറ്റ് ഗ്രാബിംഗ് ദ അറ്റൻഷൻ ഓഫ് യുവർ റീഡർ ആൻഡ് മേക്സ് എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ദ മെയിൻ ഐഡിയ ആൻഡ് ഔട്ട്ലൈൻ യുവർ എസ്സേ. ബോഡി പാരഗ്രാഫിൽ ഔട്ട്ലൈൻ ഓഫ് ദ എസ്സേ ഒക്കെ ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ വരുന്നു. ബോഡി പാരഗ്രാഫ് 3 ഉണ്ടാവും. വേർഡ്സ് ലൈക്ക് എ ലിങ്ക് ഇൻ എ ചെയിൻ, ഇറ്റ് വുഡ് ബി ലൈക്ക് എ ലിങ്ക് ഇൻ എ ചെയിൻ, ഒരു ചെയിനിലെ ലിങ്ക് പോലെ. കോൺട്രിബ്യൂട്ടിങ് ടു ദ ഹോൾനെസ് ഓഫ് ദ വർക്ക്, ടോട്ടൽ വർക്കിൻ്റെ ഹോൾനെസ്സിലേക്ക് കുറേ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. പാരഗ്രാഫ്സ് ആർ ടു ബി റിട്ടൺ, മേക്ക് ദം സ്റ്റാൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടോട്ടാലിറ്റി ഓഫ് ദ എസ്സേ. എസ്സേയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട്, അതിനു വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യുന്നു. കൺക്ലൂഡിങ് പാരഗ്രാഫിൽ വരുന്നത് ടു റീസ്റ്റേറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ഇൻ ദ ഇൻട്രൊഡക്ഷൻ, summarizes the points and finish your essay with the concluding remarks. Okay, ഇനി 25th question, distinguish between a proposal and a case study. പ്രപ്പോസലും കേസ് സ്റ്റഡിയും തമ്മിലെ വ്യത്യാസം എന്താണ്? A proposal is what you present to explain objectives, purpose, methodology and detailed plan of a project. What you are wishing to take up to ഇത്രേ ഉള്ളൂ കേട്ടോ. ആൻഡ് പേർപ്പസ് ഓഫ് എ പ്രപ്പോസൽ റൈറ്റിംഗ് പ്രാക്ടീസ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു. ആ പ്രൊജക്റ്റിൻ്റെ പ്ലാന്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പേർപ്പസ്, മെത്തഡോളജി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്ലാനിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രപ്പോസൽ. ആൻഡ് purpose of a proposal writing practice is to demonstrate your ability to plan for a future action. ഫ്യൂച്ചർ ആക്ഷനുള്ള ഒരു പ്ലാൻ, അതിനെ പ്രസൻറ്റ് ചെയ്യലാണ് നമ്മളുടെ പിന്നെ പ്രപ്പോസലിൻ്റെ പേർപ്പസ്. മെയിൻ സ്കിൽസ് ഇൻവോൾവ് ഇൻ കേസ് സ്റ്റഡി. ഇനി കേസ് സ്റ്റഡിയിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് പ്രോബ്ലം സോൾവിങ് വേണം, ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, റൈറ്റിംഗ് സ്കിൽ വേണം. കേസ് സ്റ്റഡി യൂസസ് ദ മെത്തേഡ് ഓഫ് അനലൈസിങ് സാമ്പിൾ കേസുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഒരു സാമ്പിൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. റിയൽ ഓർ ഇമാജിനറി ക്രൈസിസ്, ചിലപ്പോൾ റിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഇമാജിനറി ആയിരിക്കാം. ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാവും. ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ അതിനെ പിന്നെ കവർ ചെയ്യുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ആൻഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ദേ ഹാൻഡിൽ ടു റിസോൾവ്, ഇതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, റിസോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കേസ് സ്റ്റഡിയിൽ ഏതെങ്കിലും ഒരു കേസിനെടുത്തിട്ട് പഠിച്ചിട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി. വാട്ട് ആർ ദ ജനറൽ റൂൾസ് ഫോർ റൈറ്റിംഗ് ഡെഫിനിഷൻ? ഡെഫിനിഷൻ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് നോക്കണം കേട്ടോ. ഡിറ്റാച്ച്ഡ് എന്നാൽ നമ്മളിപ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും അതിൽ വരരുത്. ഒബ്ജക്റ്റീവ് ടോൺ അത് തന്നെയാണ്. ഈസ് സ്യൂട്ടബിൾ വെൻ യു ആർ റൈറ്റിംഗ് എൻ ഇൻഫോർമേറ്റീവ് definition. Some background informations you are trying to define or redefine will enrich your definition writing. ചില ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. സ്റ്റാർട്ട് വിത്ത് അനലൈസിങ് ദ വേർഡ് ടു ബി ഡിഫൈൻഡ്, എക്സ്പ്ലെയിനിങ് ഹൗ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഒരു വേർഡ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ വേർഡ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങണം. ഗിവ് ദ ഡിക്ഷണറി മീനിങ് ഇഫ് ദ വേർഡ്സ് of the word, if the word of the word, വേർഡിൻ്റെ ഡിക്ഷണറി മീനിങ് കൊടുക്കണം. ആൻഡ് സെർച്ച് ആൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി. എറ്റിമോളജിക്കൽ എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി എന്ന് പറയുക. എറ്റിമോളജിക്കൽ ഡിക്ഷണറി മീൻസ് വേർഡിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന ഡിക്ഷണറിയെ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടെത്തുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ്. ഒരു വേർഡിൻ്റെ ഒറിജിൻ നമ്മൾ മനസ്സിലാക്കുന്നു, എവിടെ നിന്ന് ആ വേർഡ് വന്നു. ഇൻകോർപ്പറേറ്റ് എറ്റിമോളജിക്കൽ ഡീറ്റെയിൽസ് ടു യുവർ ഡെഫിനിഷൻസ്. അങ്ങനെ എറ്റിമോളജിക്കൽ ഡീറ്റെയിൽസിനെ നമ്മുടെ ഡെഫിനിഷനുമായിട്ട് നമ്മൾ കൊടുക്കുന്നു, എങ്ങനെയാണ് ആ അർത്ഥം ഉണ്ടായതെന്ന്.
അപ്പോൾ അത് എങ്ങനെ ഇതിലേക്ക് എത്തി എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനം ഒരു ഡെഫിനേഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ റിപ്പോർട്ട് ഓൺ ദ ഫീസിബിലിറ്റി ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രീ ബസ് സർവീസ് ടു യുവർ കോളേജ്. നമ്മുടെ കോളേജിൽ ഫ്രീ ബസ് സർവീസ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഒരു ടൈറ്റിൽ പേജ് വേണം. ടൈറ്റിൽ പേജിൽ നമ്മൾ അതിൻ്റെ ഫീസിബിലിറ്റി എ സ്റ്റഡി ഓൺ ദ ഫീസിബിലിറ്റി ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രീ ബസ് സർവീസ് ടു അവർ കോളേജ്, അല്ലെങ്കിൽ ആ കോളേജിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ടേംസ് ആൻഡ് റെഫറൻസസ്, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആൻഡ് റെഫറൻസസ്, സമ്മറി, കണ്ടൻറ്റ്, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, റിസൾട്ട്, ഇതിൽ വരാൻ പോകുന്ന ഇങ്ങനെ ഒരു ബസ് സർവീസ് തുടങ്ങിയാലുള്ള റിസൾട്ട്, ഡിസ്കഷൻ, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, കൺക്ലൂഷൻ, അപ്പൻഡൈസസ്, ഇതിൽ നമ്മൾ കൊടുക്കുന്ന പിന്നെ ലാസ്റ്റ് പേജുകളിൽ വരുന്ന അപ്പൻഡൈസസ്, ബിബ്ലിയോഗ്രഫി, നമ്മളെന്തെങ്കിലും പിന്നെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അക്നോളജ്മെൻറ്റ്, ഇതിന് നമുക്ക് വേണ്ട അംഗീകാരങ്ങൾ, ആൻഡ് ഗ്ലോസറി ഓഫ് ദ ടെക്നിക്കൽ ടേംസ്, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ്. ബസ്സൊക്കെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഏത് ബസ് വരുത്തുന്നു, ഏത് ബസ് വാങ്ങുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ടെക്നിക്കൽ ടേംസ്, കമ്പനികളുടെ പേര് അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. 28ാമത്തെ ലാസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് റിവ്യൂ ഇഫ് എ ബുക്ക് യു ഓഫ് ഉണ്ടോ. ഈ ഈഫൊക്കെ ചിലതൊക്കെ ഓഫ്, ചിലതൊക്കെ ഈഫായിട്ട് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓഫ് എ ബുക്ക് യു ഹാവ് റെഡ് റീസെൻ്റ്ലി, അടുത്ത കാലത്ത് നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ഏതോ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട്. ഒന്ന് ആ പുസ്തകം നമ്മൾ കെയർഫുള്ളി വായിച്ചിരിക്കണം. റീഡ് ദ ബുക്ക് കെയർഫുള്ളി. അത് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇത് റിവ്യൂ ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ്. റൈറ്റ് ഡൗൺ ഇംപ്രഷൻ, നമ്മുടെ ഇംപ്രഷൻ എന്താണെന്ന് എഴുതണം. നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഇംപ്രഷൻ. റിസർച്ച് ദ ഓതറെക്കുറിച്ചുള്ള റിസർച്ച് വേണം. റൈറ്റ് ദ റിവ്യൂ എഴുതണം. റിവ്യൂ എഴുതുന്ന സമയത്ത് നമ്മൾ പിന്നെ ഫുൾ അതിൻ്റെ പിന്നെ സമ്മറി എല്ലാം എഴുതി വെക്കേണ്ടത്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ് ഓതർ, പിന്നെ ഓതറെക്കുറിച്ച് ചെറിയ ഡീറ്റെയിൽസ്, മറ്റു ഓതറുടെ കൃതികൾ, ഇതിൽ പറയുന്നൊരു വിഷൻ എന്താണ്, ഇതിൽ പറയുന്ന ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു എന്ത് ഐഡിയയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ പബ്ലിഷേഴ്സ് ആരാണ്, എത്ര പേജസ് വരുന്നുണ്ട് ഏകദേശം, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, അത്രയും കാര്യങ്ങളൊക്കെ പിന്നെ റിവ്യൂ റൈറ്റിങ്ങിൽ പലപ്പോഴും ഉൾപ്പെടുത്തലുണ്ട്. ഓക്കെ, ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നു. എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ ചില ഹിൻസ് മാത്രമാണ് കൊടുക്കുന്നത്. ഇല്ലസ്ട്രേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കാനാണ്. ദ തീസിസ് ഓഫ് എൻ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ഈസ് എ ക്ലെയിം ഓർ ആർഗ്യുമെൻറ്റ്. ഒരു ആർഗ്യുമെൻ്റ് ആദ്യം വേണം. ഓതേഴ്സ് ക്ലെയിം ഈസ് ഓൺലി വൺ ഇഷ്യൂ ഓഫ് ദ ടോപ്പിക്. നമ്മൾ മനസ്സിലാക്കേണ്ട എസ്സേ ഒരുപാട് ആർഗ്യുമെൻ്റ് ഉണ്ടാകും. അതിൽ നമ്മുടെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടേത് മാത്രമാണ്. ആൻഡ് പെർsuade ദ റീഡേഴ്സ് ടു അക്സെപ്റ്റ് ദ വ്യൂസ് ഓഫ് ദ ഓതർ ശ്രമിക്കുന്നത് അയാളുടെ അഭിപ്രായത്തെ മറ്റുള്ളവരിൽ പെർസ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ക്ലിയർലി മെൻഷൻ ദ റീസൺസ് ഫോർ ഹോൾഡിങ് ഹിസ് ക്ലെയിം ഓർ ആർഗ്യുമെൻറ്റ്. അയാളുടെ വാദം എന്തുകൊണ്ട് അയാൾ ഉന്നയിക്കുന്നു എന്നുള്ളതിൻ്റെ ആർഗ്യുമെൻസിൻ്റെ പിന്നെ എന്താ പറയുക തെളിവുകൾ അദ്ദേഹം നിരത്തുന്നു. നീഡ് ടു ബി സപ്പോർട്ടഡ്, കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നു. ആൻഡ് നീഡ് ടു ബി സപ്പോർട്ടഡ് വിത്ത് എവിഡൻസസ്, എന്നിട്ട് അതിന് തെളിവുകൾ കൊടുക്കുന്നു. എവറി സബ്ജക്റ്റ് മേ ബി ലുക്ക്ഡ് അറ്റ് ഫ്രം ഡിഫറെൻറ്റ് വിൻറ്റാഷ് പോയിൻറ്റ്സ്. ഡിഫറെൻറ്റ് പിന്നെ സൈഡുകളിൽ നിന്നാണ് ഓരോ സബ്ജക്റ്റിനെ ആളുകൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ, എന്തുകൊണ്ട് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനുള്ള എവിഡൻസുകളെയുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഇല്ലസ്ട്രേറ്റീവ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതേണ്ടത്. നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് എഴുതേണ്ടത്. ഇനി ഒരു പക്ഷേ ഇന്നത്തെ വരാൻ പോകുന്ന എക്സാമിൽ നിങ്ങളോടൊരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതാൻ പറയും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ നമ്മളതിനെ ആർഗ്യൂ ചെയ്തിട്ട് എഴുതണം. ഇനി ബ്രീഫ്ലി അനലൈസ് the features of a descriptive essay. Attempt a descriptive essay on any of the following. In ശേഷം വരുന്ന സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നിലൊരു എസ്സേ എഴുതാനാണ് കേട്ടോ. എ ഡ്രീം ഓർ നൈറ്റ്മെയർ. എ സ്പോർട്ട് ഐറ്റം ദാറ്റ് യു എൻജോയ് പ്ലേയിങ് ഓർ വാച്ചിങ്. നമുക്കിഷ്ടമുള്ള, നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ ഡ്രീം സ്വപ്നം, നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം രാത്രിയത്തെ. എ സ്പോർട്ട് ഐറ്റം ദാറ്റ് യു എൻജോയ് പ്ലേയിങ് ഓർ വാച്ചിങ്, നമുക്കിഷ്ടം, കളിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുള്ള ഒരു സ്പോർട്ട് ഐറ്റം. എ പ്ലേസ് യു വിസിറ്റഡ് വിത്ത് യുവർ ഫാമിലി, നമ്മുടെ ഫാമിലിയോട് കൂടി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എസ്സേ, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എഴുതുന്നത്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കട്ടെ. ഇത് എഴുതുമ്പോൾ നല്ല
മനോഹരമായ സ്ഥലം, ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് ഫിഗറേറ്റീവായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ആക്റ്റീവ് വേർബ്സ് ഉപയോഗിക്കുക പാസീവ് വേർബ്സിന് പകരം. യൂസ് സെൻസറി ഡീറ്റെയിൽസ്, കണ്ട കാഴ്ചകളുടെ സെൻസറി ഡീറ്റെയിൽസ്, നമ്മൾ കണ്ട കാഴ്ചകളുടെ നേരെ നമുക്ക് അനുഭവിച്ച കാഴ്ചകൾ മാത്രമല്ല നമ്മുടെ അനുഭവങ്ങളെ, സെൻസേഴ്സിനെ 5 സെൻസേഴ്സ് കൊണ്ട് നമ്മൾ അനുഭവിച്ചതിന് അതേപോലെ എഴുതുന്നു. അറേഞ്ച് ദ ഡിസ്ക്രിപ്ഷൻ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ, ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ്. നമ്മളിപ്പോൾ രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടു, 10 മണിക്ക് നമ്മൾ ഇന്ന സ്ഥലത്തെത്തി, ഉച്ചയ്ക്ക് ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, രാത്രി ഇന്ന സ്ഥലത്തെത്തി എന്നൊക്കെ നമ്മൾ ചുവറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമല്ലോ സാധാരണ നമ്മുടെ കോളേജ് മാഗസിനിലേക്കൊക്കെ വേണ്ടിയിട്ട്. ആ ഒരു രൂപത്തിലാണ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എഴുതേണ്ടത്. ആൻഡ് 31ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫീച്ചേഴ്സ് ഓഫ് എൻ ഇമെയിൽ ആൻഡ് എ ലെറ്റർ. ഇമെയിലും ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം. റൈറ്റ് എ നെയിം ടു യുവർ ഫ്രണ്ട്, write a letter to your friend in Delhi to help you to settle down there for your post graduate course. നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു, ഡൽഹിയിൽ വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു, PGക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ആ ഫ്രണ്ടിന് നമ്മൾ ഒരു ലെറ്റർ എഴുതുന്നു. ഇതാണ് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ്. ലെറ്റേഴ്സ് ക്യാൻ ബി ഫോമൽ. അങ്ങനെ ഒരു ഇമെയിൽ അയക്കുന്നു കേട്ടോ, ഒരു ഇമെയിൽ അയക്കുന്നു, പിന്നെ ലെറ്ററും ഇമെയിലും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഒരു എസ്സേയുടെ ചെറിയൊരു ഹിൻസ് തരുന്നു. ഒന്ന്, ലെറ്റേഴ്സ് ക്യാൻ ബി ഫോമൽ, ഇമെയിൽ ഇൻഫോമൽ. ലെറ്റർ ഹാസ് കൺവെൻഷൻസ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, ഇമെയിൽ ഹാസ് ഫ്യൂ സ്റ്റാൻഡേർഡ് കൺവെൻഷൻസ്. ഫോമലാണ് ഇൻഫോമലാണ്. ലെറ്റേഴ്സ് ഹാസ് കൺവെൻഷൻസ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, ഓപ്പണിങ്ങും ക്ലോസിംഗും ഉണ്ടാവും. ആൻഡ് ഇമെയിൽ ഹാസ് ദ ഫ്യൂ സ്റ്റാൻഡേർഡ് ഓഫ് കൺവെൻഷൻസ്, കുറച്ച് മാത്രമേ ഉള്ളൂ. Letters provide a permanent written record. Emails can be deleted. ലെറ്റേഴ്സ് പെർമനൻ്റ് ആണെന്നും പിന്നെ റിട്ടൺ റെക്കോർഡ് ഉണ്ടാകും അതിന്. ഇമെയിൽസിന് എപ്പോഴും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റേഴ്സ് ടെൻഡ് ടു ബി ലോങ്ങർ, ഇമെയിൽസ് ആർ ബെറ്റർ ടു ബി ബ്രീഫ്. അത് ബ്രീഫാണ്. ലെറ്റേഴ്സ് ഫോർ എക്സ്റ്റേണൽ കറസ്പോണ്ടൻസ്, ഇമെയിൽസ് ഫോർ ഇൻറ്റേർണൽ കറസ്പോണ്ടൻസ്. ഇമെയിൽസ് ഒരു ഇമെയിൽ ഫോർമാറ്റ് എന്തൊക്കെയാണ്? അതിന് CF അല്ല കേട്ടോ, 2 ഉണ്ടാകും. CC കാർബൺ കോപ്പി ഉണ്ടാകും, BCC ഉണ്ടാകും, സബ്ജക്റ്റ് ലൈൻ ഉണ്ടാകും, സാല്യൂട്ടേഷൻസ് ഉണ്ടാകും, റീസൺ ഫോർ റൈറ്റിംഗ് ഉണ്ടാകും, മെയിൻ പോയിൻറ്റ്സ് ഓഫ് ക്ലോസിംഗ് റൈറ്റ്. ഇതെല്ലാം കൂടിയതാണ് ലെറ്റർ എന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ കവർ ലെറ്റർ ആൻഡ് എ റെസ്യൂം ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാറ്റ അനലിസ്റ്റ് ഇൻ എൻ MNC. മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കുള്ള അപ്ലൈ ചെയ്യുന്നു. അതിൽ വേണ്ടത് കോൺടാക്റ്റ് ഇൻഫർമേഷൻ വേണം, ഡേറ്റ് വേണം. 1ാമത്തെ പാരഗ്രാഫിൽ വൈ യു ആർ റൈറ്റിംഗ്, എന്തിനാണ് ഇത് എഴുതുന്നത്. 2nd പാരഗ്രാഫിൽ വാട്ട് ഡു യു ഹാവ് ടു ഓഫർ ദം, എൻ്റെ എന്ത് കഴിവാണ് നിങ്ങൾക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്. 3ാമത്തത് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്താണ് അടുത്ത് സംഭവിക്കുക, അതായത് നിങ്ങളെനിക്ക് പിന്നെ ഇതാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നത്. റെസ്യൂം, ഇനി അടുത്ത റെസ്യൂം കൂടെ എഴുതണമല്ലോ. ആ റെസ്യൂമിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം, ഒബ്ജക്റ്റീവ്സ് വേണം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം, കരിയർ സ്കിൽസ് വേണം, ഇൻട്രസ്റ്റ്, റെഫറൻസസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ലെറ്റർ. നിങ്ങൾ നന്നായി എക്സാം എഴുതുക. എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1-2 വാക്കുകളിൽ വീഡിയോയിൽ ദീർഘിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വാക്കുകൾ പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ 3 പേജ് എഴുതുക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന് 1/2 പേജ് മാക്സിമം എഴുതുക. പിന്നെ അതേപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഏറിപ്പോയാൽ 3 വരി അല്ലെങ്കിൽ 4 വരി, ഇതിലധികം നിങ്ങൾ എഴുതരുത്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. വീഡിയോ ദീർഘിച്ചതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ.